ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നോക്കി നടത്തിയ അവിടുത്തെ ടോട്ടൽ എനർജിയും അതുപോലെ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ഇക്വേഷൻസ് ആണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ, ദെൻ അവിടെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഇക്വേഷൻസ് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്ത് കണ്ടുപിടിച്ച് നിർത്തിയിരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇത് നോക്കേണ്ട കൺസർവേഷൻ ലോസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സ്പേസ് ആൻഡ് ടൈം എന്നൊരു ടോപ്പിക്കാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് 3 ടോപ്പിക്സ് ആണ്, സബ് ടോപ്പിക്സ് ആണ് വരുന്നത്. ഒന്ന് ഹോമോജിനിറ്റി ഓഫ് സ്പേസ് ആൻഡ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റവും, മറ്റൊന്ന് ഐസോട്രോപ്പി ഓഫ് സ്പേസ് ആൻഡ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, ആൻഡ് തേർഡ് വൺ ഹോമോജിനിറ്റി ഓഫ് ഫ്ലോ ഓഫ് ടൈം ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 ടേംസ്. ഇപ്പൊ ഈ 3 ടേംസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഈ 3 ടേംസ് അല്ലെങ്കിൽ 3 ടേംസ് അല്ല, 3 ടോപ്പിക്സ്. അപ്പൊ അതുകൂടി വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഈ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതൊരു കുറച്ച് പ്രോബ്ലം സെക്ഷൻ എന്ന് പറയുന്നത് തീരെയും കുറച്ചേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് ആ ടോപ്പിക് നമ്മൾ പഠിച്ച ഫസ്റ്റ് ടോപ്പിക് വിളിച്ചല്ലോ, സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോബ്ലം സെക്ഷൻ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെറിവേഷൻസ് ആണ് നമുക്ക് ഇവിടെ നോക്കേണ്ടി വരുന്നത്. അപ്പൊ ഇതില് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കൺസർവേഷൻ ലോസ്, പ്രോപ്പർട്ടീസ്, സ്പേസ് ആൻഡ് ടൈമിന്റെ ആ ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇതില് സ്പേസും ടൈമും. ഓക്കെ, സ്പേസ് ആൻഡ് ടൈം. നോർമലി ഇത് നിങ്ങൾ മെക്കാനിക്സ് എന്നൊരു പേപ്പർ, കേരള യൂണിവേഴ്സിറ്റിക്ക് അത് പ്രത്യേകിച്ച് അങ്ങനെ മെക്കാനിക്സ് ഒരു പേപ്പർ ഇല്ല. നോർമലി ഇത് മെക്കാനിക്സ് ഫസ്റ്റ് എന്നൊരു ടോപ്പിക്കിൽ വരുന്ന ഈ ഒരു ടോപ്പിക്കില് ഇതല്ല, ഇത് ശരിക്കും ഇൻട്രൊഡക്ടറി ഐഡിയാസ് ആയിരുന്നു. നമ്മൾ സാധാരണ മെക്കാനിക്സ് പഠിക്കുന്നതിന് മുമ്പേ ഇതെല്ലാം ഒരു സെം 1 നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മെക്കാനിക്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ബാക്കി ലഗ്രാഞ്ചിന്, ഹാമിൽട്ടൺ അതൊക്കെ വരുന്നത് ശരിക്കും മെക്കാനിക്സ് സെക്കൻഡ് പേപ്പറിലാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് മെക്കാനിക്സ് ഫസ്റ്റില് ഒരു ഇൻട്രൊഡക്ടറി ഐഡിയാസ് ആയിട്ട് പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് സ്പേസ് ആൻഡ് ടൈം എന്നൊരു കൺസെപ്റ്റ്. അപ്പൊ ഇതാണ് ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ സ്പേസും ടൈം, ഇപ്പൊ നമുക്ക് ഒരു ലോയോ അങ്ങനെ എന്തെങ്കിലും ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്പേസും ടൈമും വേണം. സ്പേസ് മീൻസ് സ്ഥലവും സമയവും, അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അല്ല നമ്മുടെ ബഹിരാകാശം എന്ന സ്പേസ് അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു സ്ഥലം, നമുക്ക് ഒരു എക്സ്പെരിമെന്റ് നടക്കുന്ന ഒരു പ്ലേസ്, അത് നമുക്ക് ആദ്യം എന്ത് സ്പേസ് എന്ന് പറയാം. ആൻഡ് അതിനനുസരിച്ച് ടൈം അവിടെ ഇംപ്രൂവ്മെന്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, ടൈം ഫോർവേഡിലോട്ട് മൂവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ടൈമിന് ബാക്ക്വേർഡ് മോഷൻ ഇല്ല, ടൈം എപ്പോഴും ഫോർവേഡിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സമയവും സ്ഥലവും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ സ്പേസ് ആൻഡ് ടൈം ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോർമലി ഈ ഒരു പ്രോപ്പർട്ടീസ് ഓഫ് സ്പേസ് ആൻഡ് ടൈം എന്ന് പറയുന്നത് ലോസ് ഓഫ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ലോസ് ഓഫ് മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു സ്പേസ് ആൻഡ് ടൈം റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സ്പേസ് ആൻഡ് ടൈം എന്ന കൺസെപ്റ്റ് ന്യൂട്ടൺ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ലോസ്, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഈ 3 ലോസ് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് സ്പേസും ടൈമും എന്ന കൺസെപ്റ്റിനെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളത് പഠിക്കുന്ന 3 ലോസ് മാത്രമേ പഠിക്കുന്നുണ്ട്. ബേസിക്കലി എന്തുണ്ട് ഇതിനകത്ത് ഒരു സ്പേസും ടൈം. അപ്പൊ സ്പേസും ടൈം എന്ന് പറയുമ്പോൾ നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റവും ഒരു റെഫറൻസ് പോയിന്റെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് തന്നെ പറയാം. ഓക്കെ, അതൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി എന്ത് ചെയ്യണം, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്പേസ് ആൻഡ് ടൈമിന്റെ ബേസിക് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ നോക്കണം. അപ്പൊ അത് മാത്രമല്ല, ഈ കൺസർവേഷൻ ലോസ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുള്ള കൺസർവേഷൻ ലോസ്, നമുക്ക് ഈ മെക്കാനിക്സിനകത്ത് ഒരുപാട് കൺസർവേഷൻ ലോസ് ഉണ്ട്. അതിൽ ബേസിക് ആയിട്ട് വരുന്ന കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് എനർജി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ചു. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്പേസ് ആൻഡ് ടൈമിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും. അത് ആ ഒരു മീനിങ് മനസ്സിലാക്കി എടുക്കുക. അതായത് സ്പേസ് ആൻഡ് ടൈം വച്ചിട്ടല്ല കൺസർവേഷൻ ലോസ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, കൺസർവേഷൻ ലോസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പേസ് ആൻഡ് ടൈമിന്റെ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ കൺസർവേഷൻ ലോസ് ഒരിക്കലും സ്പേസ് ആൻഡ് ടൈമിന്റെ ബേസ്ഡ് അല്ല വർക്ക് ചെയ്യുന്നത്. അത് നോർമലി അല്ലാതെ ലോസ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, അങ്ങോട്ട് ഡെറൈവ് ചെയ്ത് കൊണ്ടെത്തിക്കാനും പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്തായിരുന്നു, എ ബോഡി കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ് ബൈ എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അതായത് ബാഹ്യമായി നമ്മൾ ബലവും കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ബോഡി അതിന്റെ ആ മോഷൻ കണ്ടിന്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ റെസ്റ്റിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും, റെസ്റ്റിംഗ് പൊസിഷനിൽ തന്നെ തുടരുകയോ ചെയ്യും. ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറഞ്ഞത്. അപ്പൊ അതില് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു സ്പേസ് കൺസിഡർ ആണ്. ഓക്കെ, ഒരു സ്പേസ്, ഈ ഒരു സ്പേസിനകത്ത് എന്ത് ചെയ്യുന്നു, ഈ ഒരു ബോഡി അവിടെ ഇരിക്കുന്നത്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, സ്പേസും ടൈമിനെ ബേസിസിൽ ഒന്ന് ഈ ലോസിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അത്ര മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അല്ലെങ്കിൽ സമയവും ആ ഒരു സ്ഥലവും എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ലോസിനെ ഒന്ന് അതിനകത്ത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഈ ഒരു സ്പേസിനകത്ത് ഇപ്പോൾ ഒരു ബോഡി ഇവിടെ ഇരിപ്പുണ്ട്. ഈ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് ഈ ബോഡിയിൽ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു ഫോഴ്സ് കൊടുക്കുന്നില്ല. ഓക്കെ, ഈ സ്പേസ് എന്ത് ചെയ്യുന്നില്ല, ബോഡിയിലോട്ട് ഒരു ഫോഴ്സും അവിടെ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോഡി അവിടെ ആ ഒരു
കണ്ടിന്യൂസ് സ്റ്റേറ്റിൽ തന്നെ എന്ത് ചെയ്യും നിൽക്കും. ഓക്കെ, പ്രത്യേകിച്ച് ഒരു ഫോഴ്സ് ഒന്നും കൊടുത്തില്ല എങ്കിൽ ഈ ബോഡി എന്ത് ചെയ്യത്തില്ല, അതവിടെ മൂവ് ചെയ്യാതെ സ്റ്റഡി ആയിട്ട് എന്ത് ചെയ്യും, അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അത് നമുക്ക് എന്താ പറയാൻ പറ്റും, ആ ഒരു ബോഡി അവിടെ നമുക്ക് മോഷൻ ഇല്ലെന്നോ അല്ലെങ്കിൽ യൂണിഫോമിൽ മൂവ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും, യൂണിഫോമിൽ അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിപ്പോ യൂണിഫോമിറ്റി ഓഫ് സ്പേസ് അല്ലെങ്കിൽ സ്പേസ് യൂണിഫോം ആണെന്ന് പറയണമെങ്കിൽ ഈ ബോഡി ഈ സ്പേസിൽ ഇവിടെ ഇരുന്നാലും ഇതിനെല്ലാം എന്തായിരിക്കണം, ഒരേ പ്രോപ്പർട്ടി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സ്പേസിൽ എല്ലായിടത്തും ഒരു ബോഡി വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം എന്തായിരിക്കും, സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, സ്പേസ് അവിടെ ഹോമോജീനിയസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, സ്പേസ് ഹോമോജീനിയസ് ആണ്, അല്ലെങ്കിൽ എല്ലായിടത്തും ഒരുപോലെയാണ്. ഹോമോജീനിയസ് മീൻസ് എല്ലായിടത്തും ഒരുപോലെ എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പൊ എല്ലായിടത്തും എന്തായിരിക്കും, അവിടെ സ്പേസ് ഹോമോജീനിയസ് ആണ്. നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാലും ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യത്തില്ല, അതിന്റെ വേരിയേഷൻസ് വരുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു സ്പേസിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് പറയുന്നത്. അപ്പൊ അത് ഈ ഒരു ബേസിസിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക, എന്താണ് പ്രോപ്പർട്ടി, സ്പേസിന്റെ പ്രോപ്പർട്ടി ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫസ്റ്റ് ലോയിൽ പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ അതിന് മോഷൻസ് ഒന്നും വരത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പേസിൽ ഒരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്തു. ആ ഒരു ഒബ്ജക്റ്റ് ആ സ്പേസിൽ എവിടെ വെച്ച് കഴിഞ്ഞാലും എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, അതിനവിടെ മോഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേ പ്രോപ്പർട്ടി, അല്ലാതെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രോപ്പർട്ടി, ഇവിടെ ഇരിക്കുന്നത് വേറൊരു പ്രോപ്പർട്ടി, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്തെന്നാണ്, സ്പേസ് ഹോമോജീനിയസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ സ്പേസ് എല്ലായിടത്തും യൂണിഫോം ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. ഇതിപ്പോ നമ്മൾ സ്പേസിന്റെ കേസ് പറഞ്ഞു. ഓക്കെ, ആ സ്ഥലത്തിനെ കുറിച്ച്, സ്പേസിനെ കുറിച്ചുള്ള കാര്യം നമ്മളിവിടെ പറഞ്ഞു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആ ടൈമിനെ കുറിച്ചും കൂടി ഒരു ഡെഫിനിഷൻ കൊടുക്കണം. അല്ലെങ്കിൽ ടൈം അവിടെ മാറുന്നില്ല, അല്ലെങ്കിൽ ടൈം അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന രീതിയിൽ. അതായത് ടൈം ഇന്റർവെൽ എല്ലായിടത്തും എന്തായിരിക്കണം, യൂണിഫോം ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മളൊരു ഒബ്സർവേഷൻ ഒക്കെ നോക്കുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കണം, സ്പേസ് ഹോമോജീനിയസ് ആയിരിക്കണം, സ്പേസിൽ വേരിയേഷൻ വരാൻ പാടില്ല. ഓക്കെ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ നമ്മളൊരു റോഡ് എടുക്കുവാണ്. ഓക്കെ, അപ്പൊ ഒരു 2 ട്രാക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, 2 ട്രാക്ക്, ഒരു കാർ റേസിന് 2 ട്രാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ട്രാക്ക് നോർമലി ഇപ്പോ ഒരു നല്ല ടാർ ചെയ്ത നല്ല റോഡും, ഇപ്പുറത്ത് വന്നിട്ടുള്ള റോഡ് എന്ന് വെച്ചാൽ എന്താണ്, കുറച്ച് ആ ഒരു പാച്ചസ് ഒക്കെ ഉള്ള ഒരു റോഡാണ് കിടക്കുന്നത്. അപ്പോൾ ഒരേപോലത്തെ 2 കാർ നമ്മളിവിടെ റേസിംഗിന് വെക്കുവാണ്. അപ്പോൾ അത് വെച്ചതിന് ശേഷം ഈ സ്ട്രെയിറ്റ് റോഡുള്ള ഒരു വെഹിക്കിൾ പോകുന്ന സമയത്ത് അത് എന്ത് ചെയ്തു, പെട്ടെന്ന് ഇവിടെ എത്തി. ഓക്കെ, ഫിനിഷിംഗ് പോയിന്റിൽ എത്തി. പക്ഷേ ഈ ഒരു വെഹിക്കിൾ തീരെ താമസിച്ചാണ് എത്തി. അപ്പൊ അങ്ങനെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം എന്താണ്? കാരണം ഒന്നാമത്തെ പോയ ആ ട്രാക്ക് എന്ന് പറയുന്നത് നോർമലി ഉള്ള ട്രാക്ക് ആയിരുന്നു. അതവിടെ എന്താണ്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ട്രാക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ, കാറിന് സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റി. പക്ഷേ സെക്കൻഡ് ട്രാക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതവിടെ കുറച്ച് പാച്ചസും അതുപോലെ തന്നെ കട്ടറൊക്കെ ഉള്ള ഒരു റോഡ്സ് ആണ് എന്ത് ചെയ്തത്, അവിടെ കൊടുത്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും ഇത് താമസിച്ചു പോയി, ഇത് തോറ്റുപോയി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അതിന്റെ റോഡ് മോശമായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം, രണ്ടും ഒരേപോലത്തെ രീതിയിൽ ട്രാക്ക് വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ നമുക്ക് ആ ഒരു മത്സരം സംഘടിപ്പിക്കാൻ പറ്റും. അപ്പൊ അതുപോലെ ചിന്തിച്ചാൽ മതി. ഇവിടെ എന്തായിരിക്കും, ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഒബ്സർവേഷൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്പേസ് എന്തായിരിക്കണം, യൂണിഫോം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സ്പേസ് എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാലും അവിടെ എന്ത് ചെയ്യാം, ഇവിടുത്തെ ആ ഒരു വാല്യൂസിൽ മാറ്റം വരാം. അതൊരിക്കലും വരാൻ പാടില്ല. സ്പേസ് എപ്പോഴും എന്തായിരിക്കണം, ഹോമോജീനിയസ് ആയിരിക്കണം, അല്ലെങ്കിൽ യൂണിഫോം സ്പേസ് ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ ഇനി അത് സ്പേസിന്റെ കർവേച്ചർ എന്ന രീതിയിലൊക്കെ ഇനി അടുത്ത് ലാസ്റ്റത്തെ സ്പെഷ്യൽ തിയറി റിലേറ്റിവിറ്റിയിൽ അവിടെ പഠിക്കും. ഓക്കെ, സ്പേസിന്റെ കർവേച്ചർ എന്നൊക്കെ രീതിയിൽ. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും എന്താണ് സ്പേസ് എന്നൊരു കൺസെപ്റ്റ്. അവിടെ ബേസിക്കലി നമുക്ക് മെയിൻലി അവിടെ ഈ ഒരു സ്പേസ് എന്ന കൺസെപ്റ്റ് വരുന്നത് ഒരു സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആ ഒരു കേസിലൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു സ്പേസിന്റെ യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഹോമോജിനിയസ് എന്ന് നമ്മളിവിടെ പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ലെവൽ പറഞ്ഞല്ലോ, അത് കോൺസ്റ്റന്റ് എക്സ്റ്റേണലി ഫോഴ്സ് കൊടുക്കുന്നില്ല. അപ്പൊ സ്പേസ് എക്സ്റ്റേണലി ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല. ഇനി ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞത്, നമുക്ക് എന്ത് ചെയ്യാം, അത് യൂണിഫോം വെലോസിറ്റി റെസ്റ്റിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന കേസാണ് പറഞ്ഞത്. റെസ്റ്റിംഗ് പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ അവിടെ സ്പേസ് പ്രത്യേകിച്ച് ഫോഴ്സ് ഇൻഫ്ലുവൻസ് കൊടുക്കുന്നില്ല. സെക്കൻഡ് കേസിൽ പറഞ്ഞു, ഇനിയൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു ബോഡി മോഷൻ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് അങ്ങനെ തന്നെ തുടരും. ഓക്കെ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നവരെ അതെന്ത് ചെയ്യും, ആ ഒരു മോഷൻ തന്നെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും, വി എന്ന് പറയുന്ന യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ വി എന്ന് വെച്ചാൽ ലിമിറ്റിന്റെ ഫോം എഴുതി കഴിഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു സീറോ, ഡെൽറ്റ ടി ടെൻസ് ടു സീറോ, ഡെൽറ്റ ആർ ഡാഷ് ബൈ ഡെൽറ്റ ടി. ഇതെന്തായിരിക്കും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ നമുക്ക് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ,
കോൺസ്റ്റന്റ്. എന്തുകൊണ്ട് പറഞ്ഞു? കാരണം നമ്മൾ ഫസ്റ്റ് ലോ ആണ് പറഞ്ഞത്. ഫസ്റ്റ് ലോയിൽ നമുക്കറിയാം എ ബോഡി കണ്ടിന്യൂസ് റെസ്റ്റ് ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, പുറത്തുനിന്ന് ഒരു ബലം കൊടുത്തില്ല എങ്കിൽ ആ ഒരു ബോഡി മോഷനിലാണെങ്കിൽ എന്ത് ചെയ്യും? ആ മോഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ആക്സിലേഷൻ ഒരിക്കലും വരുന്നില്ല. ഓക്കെ, അപ്പൊ അത് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ കൊടുക്കുകയാണ്. അതെന്താണ്? നമുക്കിവിടെ കോൺസ്റ്റന്റ് കിട്ടി. അപ്പൊ ഇതില് അടുത്ത നമ്മളൊരു സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ, ഒരു സ്പേസ് നോക്കുന്ന സമയത്ത് ഈ ഓരോ പോയിന്റും, ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ ആറിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. പൊസിഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്താ പൊസിഷന്റെ ഇന്റർവെല്ലുകൾ, ഓക്കെ, ഇന്റർവെൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതെന്ത് തന്നെയായിരിക്കും? അതവിടെ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഡെൽറ്റ ടിയുടെ വാല്യൂ, ഡെൽറ്റ ടി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടൈം ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടൈം പീരീഡ് എടുക്കുവാണ്. അപ്പോൾ ഇതൊരു ടൈം ലൈൻ ആണെന്ന് വെച്ചോളൂ. ഇതിനകത്ത് ചേഞ്ച് ടൈം ഫസ്റ്റ് നമ്മൾ 1 സെക്കൻഡ്, അടുത്ത 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, ഇങ്ങനെ നമ്മൾ എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ടൈം ഇന്റർവൽ ഡെൽറ്റ ടി എന്ത് തന്നെയാണ്? ഡെൽറ്റ ടി എപ്പോഴും അവിടെ നമുക്ക് ഡെൽറ്റ ടിയുടെ വാല്യൂ എപ്പോഴും ഇവിടെ എന്ത് തന്നെയാണ്? അത് 1 തന്നെയാണ്. ഇവിടെ ഇവർ തമ്മിലുള്ള ഡെൽറ്റ ടി എന്താണ്? അതും 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? അതവിടെ 1 ആയിരിക്കണം എന്നല്ല, എപ്പോഴും എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നത്? അവിടെ ടൈം നമുക്ക് എന്ത് പറയാം? ടൈം അവിടെ യൂണിഫോം ആണ്. ഓക്കെ, അപ്പോൾ ടൈം ഇന്റർവെലിന് ഡിഫറെന്റ് ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ 1 സെക്കൻഡിൽ ഇരുന്നാലും 2 സെക്കൻഡിൽ ഇരുന്നാലും 3 സെക്കൻഡിൽ ഇരുന്നാലും ടൈമിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം എന്ത് തന്നെയായിരിക്കണം? സെയിം തന്നെയായിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഈ സ്പേസും ടൈമും എന്നൊരു കൺസെപ്റ്റിൽ നമുക്ക് അവിടെ പറയും. ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് ലെവൽ കേസിലാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ലെവൽ കേസിൽ റെസ്റ്റിംഗ് ഇരിക്കുന്ന ബോഡിയുടെ കേസ് വെച്ച് നമ്മൾ സ്പേസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തു. അതുപോലെ തന്നെ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ആ ഒരു ഇതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ടൈമിന്റെ പ്രോപ്പർട്ടിയും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതേണ്ട ഇത്ര മാത്രമാണ്. Thus we can conclude that space is homogeneous and time interval has the same properties at a different time. Okay, അതായത് എല്ലാം ഒരു യൂണിഫോം കണ്ടീഷൻ എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതേപോലത്തെ കേസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ലോ ഇതുപോലെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഇപ്പോൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ചിട്ടാണ് നമ്മൾ ഫോഴ്സിന്റെ ഡെഫിനിഷൻ കൊണ്ടുവരുന്നത്. F is equal to m into a, അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് നമ്മുടെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്ക് പകരം m ഇൻറ്റു ടി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. അപ്പൊ ഇതില് നമ്മൾ ഈ ഒരു ആർ വാല്യൂ ഉണ്ടല്ലോ, അപ്പൊ ആറിന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ആർ എന്നും ഡിസ്പ്ലേസ്മെന്റ് മൈനസ് ആർ എന്നും ടൈമിനെ മൈനസ് ടി എന്ന് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അത് നെഗറ്റീവ് ടൈം എന്നല്ല, തൊട്ട് മുൻപത്തെ ടൈം ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അവിടെ എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഇത് എന്തായിരിക്കും? ഈ ഇക്വേഷൻ അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഒരു വേരിയേഷൻ നമുക്ക് അവിടെ വരുന്നില്ല. ഓക്കെ, അതായത് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് സാധാരണ നമ്മളിപ്പോ ഒരു പോസിറ്റീവ് നമ്പർ പറഞ്ഞു +1 പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ എഴുതാൻ പറഞ്ഞാൽ -1 ആണ്. -2 ആണെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ നമ്പർ തന്നെ +2 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ F is equal to m, ഇവിടെ നമ്മളിപ്പോ -6 എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്താലും ഇത് എന്ത് തന്നെ കിട്ടും? നമുക്ക് അവിടെ -m എന്നായിരിക്കും വരുന്നത്. അത്ര മാത്രമേ ഇവിടെ വേരിയേഷൻ വരുന്നുള്ളൂ. ആ ഒരു മൈനസ് സൈൻ വരും, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന രീതിയിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതായത് നമ്മളിത് റിഫ്ലക്ഷൻ നടത്തി കഴിഞ്ഞാലും സ്പേസിനും ടൈമിനും എന്താണ് അവിടെ നമുക്ക് സെയിം പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കിട്ടുന്നത്. അതായത് ടൈം നമുക്ക് എന്ത് പറയാം? ടൈം വിൽ ബി ഐസോട്രോപിക്. ഓക്കെ, അത് സ്പേസിന് റിഫ്ലക്ഷൻ വരും. ഓക്കെ, സ്പേസിന് റിഫ്ലക്ഷൻ വരും കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് ഡിഫറൻസ് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് F is equal to ma എന്ന് കൊടുക്കുവാണ്. ma which will be equal to d square r by dt square. ഓക്കെ, d square r by dt square. അപ്പൊ ഇതില് നമ്മൾ കൊടുക്കേണ്ട വാല്യൂസ് ഒക്കെ എന്താണ്? നമുക്ക് ഇപ്പൊ പോസിറ്റീവ് ആറും പോസിറ്റീവ് ടി ആണ് കിടക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ആറും പോസിറ്റീവ് ടിയും. അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? -6 എന്നും -t എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, -6 -t. അപ്പൊ ഇതിനെ ഞാൻ ഈ ഒരു ഇക്വേഷനിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും? ഇതിപ്പോ d സ്ക്വയർ മൈനസ് ആർ ബൈ d മൈനസ് d ഇൻറ്റു -t സ്ക്വയർ എന്നായിട്ട് മാറും. അപ്പൊ ഈ -t എന്തായിക്കൊള്ളും? അത് അവിടെ നോർമലി പോസിറ്റീവ് ആയിട്ട് മാറും. ഇവിടുത്തെ ഈ r മാത്രമാണ് എന്ത് കിടക്കുന്നത്? r മാത്രം നമുക്ക് അവിടെ മൈനസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കിടക്കുന്നത്. അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറില്ല. കാരണം ഇവിടെ ടിക്ക് അവിടെ സ്ക്വയർ ടേം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? അത് പോസിറ്റീവ് ആയിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സെക്കൻഡ് ലോയുടെ ബേസിസിൽ നോക്കുന്ന സമയത്ത് ഈ സ്പേസിന് എന്ത് ചെയ്യുന്നുണ്ട്? സ്പേസിന് അവിടെ റിഫ്ലക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, സ്പേസിന് മാത്രമാണ്
സ്പേസിന് റിഫ്ലക്ഷൻ വരുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു +1ന്റെ റിഫ്ലക്ഷൻ ആണെങ്കിൽ -1 ആയിരിക്കും. -2 റിഫ്ലക്ഷൻ ആണെങ്കിൽ അത് +2 ആയിരിക്കും. അപ്പോൾ സ്പേസിന് 6 ആണ് നമ്മൾ കൊടുത്തത്. പക്ഷെ അതിന്റെ റിഫ്ലക്ഷൻ എത്ര കിട്ടി? -6 എന്ന് കിട്ടി. പക്ഷെ ടൈം എന്ത് ചെയ്യുന്നുണ്ട്? ടൈം നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ -t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അത് എന്ത് ചെയ്യാൻ കിട്ടുന്നുണ്ട്? ടൈമിന് അവിടെ നമുക്ക് t എന്തിനുണ്ട്? -t കൊടുത്തു കഴിഞ്ഞാലും അത് എന്തായിട്ട് മാറും? അതവിടെ t ആയിട്ട് തന്നെ ചേഞ്ച് ആയിട്ട് മാറും ഈ ഒരു ഇക്വേഷന്റെ ബേസിസിൽ. അപ്പൊ നമുക്ക് എന്ത് പറയാം? സ്പേസിന് അവിടെ റിഫ്ലക്ഷൻ ഉണ്ട്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് സ്പേസിന് റിഫ്ലക്ഷൻ ഉണ്ട്. ടൈമിന് എന്തില്ല? റിഫ്ലക്ഷൻ ഇല്ല. സോ ടൈമിന് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് കോൾഡ് ഐസോട്രോപിക് എന്ന് പറയാം. പക്ഷെ നമ്മൾ ഇക്വേഷൻ കൊടുത്ത് ടോട്ടലി ഫോഴ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് കിട്ടും? -m എന്ന് കിട്ടും. കാരണം വീണ്ടും ഒരു മൈനസ് കിടപ്പുള്ളതുകൊണ്ട് എന്ത് ചെയ്യും? -m എന്ന് കിട്ടും. ഓക്കെ. ബട്ട് നമുക്ക് ടൈമിന് എന്തില്ല? ടൈമിന് അവിടെ ചേഞ്ചിങ് വരുന്നില്ല, റിഫ്ലക്ഷൻ വരുന്നില്ല. സോ ടൈം എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഐസോട്രോപിക് ഇൻ നാച്ചർ. അപ്പോൾ ഈ ഒരു സിമെട്രിക് പ്രോപ്പർട്ടി, അപ്പൊ ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്? ഒരു സിമെട്രിക് പ്രോപ്പർട്ടിയാണ്. ഓക്കെ. സിമെട്രി എലമെന്റ്സ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് സിമെട്രി പ്രോപ്പർട്ടീസ് എന്ന്. നിങ്ങൾ ക്രിസ്റ്റലോഗ്രഫി ഒക്കെ പഠിക്കുന്ന സമയത്ത് സിമെട്രി എലമെന്റ്സ് ഒക്കെ പഠിക്കും. കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് സിമെട്രി എലമെന്റ്സ് പഠിക്കാറുണ്ട്. സിമെട്രി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട് ഈ മാത്തമാറ്റിക്കിൽ തന്നെ, സിമെട്രി ഓപ്പറേഷൻസ് ആൻഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിമെട്രി എലമെന്റ്സിനെ കുറിച്ചുള്ള പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് എലമെന്റ്സ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞിട്ട്. റൊട്ടേഷൻ, റിഫ്ലക്ഷൻ, ഇനി നമുക്ക് മോളിക്യൂൾസിനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പഠിക്കേണ്ടി വരും. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലും അതുപോലെ തന്നെ അറ്റോമിക് ഫിസിക്സിനകത്തൊക്കെ അതിനകത്ത് വരും. ഓക്കെ. അപ്പൊ നമുക്ക് S5ലായിരിക്കും ആ ഒരു ടോപ്പിക്സ് ഒക്കെ വരുന്നത്. അപ്പൊ അതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സിമെട്രി പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഇത്തരം സിമെട്രി പ്രോപ്പർട്ടീസ്, ഐസോട്രോപിസിറ്റി അതുപോലെ തന്നെ റിഫ്ലക്ഷൻ, ഇതുപോലത്തെ സിമെട്രി പ്രോപ്പർട്ടീസ് ആണ് എന്ത് ചെയ്യുന്നത്? സ്പേസിനും ടൈമിനും ഈ ഒരു കൺസർവേഷൻ ലോസിലോട്ട് ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാം? കൺസർവേഷൻ ലോസ് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ആ ഒരു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് പറയാനായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ ഹോമോജീനിയസ് സ്പേസ് ആൻഡ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഓക്കെ. അപ്പോൾ ലീനിയർ മൊമെന്റം നമ്മൾ ഇനി ഹോമോജീനിയസ് സ്പേസ് ഒരു കൺസെപ്റ്റ് പറഞ്ഞല്ലോ, ഹോമോജീനിയസ് ആണ് സ്പേസ്, ഹോമോജീനിയസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അതിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം നമുക്ക് ഡിറൈവ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ഹോമോജീനിയസ് സ്പേസ് ആൻഡ് ലീനിയർ മൊമെന്റം. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിവിടെ ന്യൂട്ടന്റെ തേർഡ് ലോ, നമ്മൾ ഇതിനകത്ത് ന്യൂട്ടന്റെ തേർഡ് ലോയും ഫസ്റ്റ് ലോ ഒക്കെ യൂസ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്? ഡെറിവേഷൻസ് ചെയ്യും. അപ്പോൾ ഇതൊരു പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടില്ല. ലാസ്റ്റ് നമുക്ക് വീണ്ടും ന്യൂട്ടന്റെ തേർഡ് ലോ തന്നെ കൊണ്ട് എത്തിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ആ ഒരു ബേസിസിൽ നമ്മൾ ഇവിടെ ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കോർഡിംഗ് ടു ന്യൂട്ടൺ ലോ ഫോർ എവറി ആക്ഷൻ there is equal and opposite reaction. നമ്മൾ അറിയാലോ ന്യൂട്ടന്റെ തേർഡ് ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പ്രവർത്തനത്തിന് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും? പ്രവർത്തനം അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യണം. പാർട്ടിക്കിൾ നമ്പർ 1ഉം പാർട്ടിക്കിൾ നമ്പർ 2. അപ്പോൾ പാർട്ടിക്കിൾ നമ്പർ 1 എന്ത് ചെയ്യുന്നുണ്ട്? 2ലോട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 2ന് എന്ത് ചെയ്യും? റിട്ടേണിംഗ് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അത് 1ലോട്ടും ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഒന്നാമത്തെ രണ്ട് പാർട്ടിക്കിൾസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ F21 എന്ന് പറയുന്നത് എന്താണ്? F21 be the force acting on the first body and F12 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? That is the force on the second body. Okay. അപ്പോൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ടാണെങ്കിൽ ഈ F21 എന്ന് പറയുന്നത് എന്താണ്? ആ F21 which will be equal to minus of the F12. Okay. തിരിച്ചെഴുതിയാലും മതി. ഓക്കെ. ഇങ്ങനെ എഴുതിയാൽ കറക്റ്റ് ആണ്. വെക്ടർ സിമ്പിൾസ് കൊടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇവിടെ എഴുതുന്ന സമയത്ത് വെക്ടർ ഇട്ട് പോകുന്നില്ല. ഓക്കെ. ഫോഴ്സ് വെക്ടർ അറിയാം. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു തേർഡ് ലോയുടെ ബേസിസിൽ കിട്ടുന്നത്. അതായത് ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് നമുക്ക് അവിടെ കിട്ടി. F12 is equal to minus of F21 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഇനി സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ ബേസിസിലാണെങ്കിൽ ഓക്കെ, സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ ബേസിസിൽ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇത് തേർഡ് ലോയുടെ ബേസിസിലാണ് പറഞ്ഞത്. ഓക്കെ. തേർഡ് ലോയുടെ ബേസിസിൽ. ഇനി സെക്കൻഡ് ലോയുടെ ബേസിസ് നമുക്ക് ഇനി ഫോഴ്സിന്റെ ഇക്വേഷനിലോട്ട് കൊണ്ടെത്തിക്കാം. അപ്പോൾ ഫോഴ്സ് ഇവിടുത്തെ നമുക്ക് F12 എന്ന് പറയുന്ന ഫോഴ്സ് എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കണം. F12 which will be equal to F12 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ബോഡി രണ്ടാമത്തെ ബോഡിലോട്ട് ആക്ട് ചെയ്യിക്കുന്ന ഫോഴ്സ് എന്നുള്ള മീനിങ് വരുന്നത്. ഓക്കെ. ഒന്നാമത്തെ ബോഡി രണ്ടാമത്തെ ബോഡിലോട്ട് ആക്ട് ചെയ്യിപ്പിക്കുന്ന ഫോഴ്സ്. അപ്പോൾ അവിടുത്തെ മാസ്, രണ്ടാമത്തെ ബോഡി മാസ് m2, അവിടുത്തെ വെലോസിറ്റി ഡെൽറ്റ v2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ
ടി. ഓക്കെ, നമുക്ക് ലിമിറ്റ് അവിടെ ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് ആദ്യമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കാം. നമ്മളിപ്പോ ഒരു ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതി, that is F12 is equal to m2 into delta v2 by delta t എന്ന് കിട്ടി. ഇനി അടുത്ത ഫോഴ്സ് ഉണ്ടല്ലോ, ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഫോഴ്സ് ഉണ്ട്, that will be F21. അപ്പോൾ F21 എന്ന് പറയുന്ന ഫോഴ്സ് എന്തായിരിക്കും? അതെന്ന് പറയുമ്പോൾ m1 delta v1 divided by delta t എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന രണ്ട് ഫോഴ്സസ്. അപ്പോൾ ഇവിടുത്തെ മാസ് m1 ആണെന്നൊക്കെ രീതിയിലൊക്കെ എഴുതും കേട്ടോ. എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് മാസ് m1 ആണ്, സെക്കൻഡ് മാസ് m2 ആണ് എന്നൊക്കെ രീതിയിൽ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്ത് അതൊക്കെ എഴുതുക. അടുത്ത ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ്, ദാറ്റ് വിൽ ബി ദ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സം ആയിരിക്കും. ടോട്ടൽ ഫോഴ്സ് ഓൺ സിസ്റ്റം വിച്ച് വിൽ ബി F12 പ്ലസ് F21 into delta t, which will be equal to m2 into delta v2 plus m1 ഡെൽറ്റ v1. ഓക്കെ, m1 ഡെൽറ്റ v1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഡെൽറ്റ ടി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ ലിമിറ്റ് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് ഡെൽറ്റ ടി ടെൻസ് ടു 0 നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും, ആ ഡെൽറ്റ ടിയുടെ വാല്യൂ നമ്മൾ അവിടെ 0 ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അതറിയാലോ, ടൈം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടൈം ഇല്ല എങ്കിൽ എന്നാണ് ഒരു കൺസെപ്റ്റ് വരുന്നത്. ഡെൽറ്റ ടി 0 മീൻസ് ടൈം 0 എന്നല്ല, എന്താണ് ചേഞ്ച് ചെയ്യുന്നില്ല, ടൈമിന് ചേഞ്ച് ഇല്ല. ഓക്കെ, എല്ലാം യൂണിഫോം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ഈ ടൈമിനനുസരിച്ച് വേരിയേഷൻ വരുന്നില്ല. അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഡെൽറ്റ ടി കൊണ്ടുള്ള മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ടൈമിന് അവിടെ ചേഞ്ച് ഇല്ല എങ്കിൽ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂസ് എന്ത് ചെയ്യാം, അതവിടെ 0 ആയിട്ട് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. വെൻ delta t tends to 0, when delta t tends to 0, that we getting m2 delta v2 plus m1 delta v1, m1 delta v1 is equal to 0 എന്ന് കിട്ടും. ഓക്കെ, 0. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഇതിന്റെ കോൺസ്റ്റന്റ് ഒന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റന്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ലീനിയർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ ലോ അവിടെ ഒബേ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ നമുക്കിപ്പോ 0 എന്ന് കിട്ടി. ജസ്റ്റ് ഈ രണ്ട് വാല്യൂസ്, ലീനിയർ മൊമെന്റ് എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ, p is equal to mv ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ടേം തന്നെയാണ്. dv ഡെൽറ്റ എന്ന് ചേഞ്ച് അല്ലെങ്കിൽ ചെറിയൊരു വെലോസിറ്റി, ആ ഒരു കൺസെപ്റ്റ് എടുത്താൽ മതി, അത് ശ്രദ്ധിക്കണ്ട. ജസ്റ്റ് ഇത് എന്ത് തന്നെയാണ്, മൊമെന്റം ടേം തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് കോൺസ്റ്റന്റ് ആണെന്ന് അറിയിക്കണം. അപ്പോൾ കോൺസ്റ്റന്റ് അറിയിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ഒരു ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഇന്റഗ്രേഷൻ കൊടുക്കുന്നുണ്ട്, ഇവിടെ ഇന്റഗ്രേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്റഗ്രേഷൻ കൊടുക്കുമ്പോൾ ഈ ഡെൽറ്റ v2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, m2 into v2 എന്നായിട്ട് മാറും. പ്ലസ് അടുത്ത് എന്താവും, m1 into v1 എന്നായിട്ട് മാറും. വിച്ച് വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ 0 എന്താണ്, ഇന്റഗ്രൽ 0 എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, കോൺസ്റ്റന്റ്, because 0 മീൻസ് അവിടെ കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ നോർമലി നമുക്ക് മൊമെന്റം ടേം ആയല്ലോ, p യുടെ വാല്യൂ ആയിട്ടുണ്ട് കേട്ടോ, p യുടെ വാല്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് p2 plus p1 is equal to a constant. Okay, equal to a constant. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ന്യൂട്ടന്റെ തേർഡ് ലോയും സെക്കൻഡ് ലോയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇവിടെ ഈ ഒരു കൺസർവേഷൻ ലോ, the law of conservation of linear moment of a system consists of two particles നമ്മൾ അവിടെ എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. അപ്പോൾ എക്സ്റ്റേണലി ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തില്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണലി ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തില്ല എങ്കിൽ ടോട്ടൽ ലീനിയർ മൊമെന്റ് എപ്പോഴും എന്തായിരിക്കും, വിച്ച് വിൽ ബി എ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി. കാരണം നമ്മുടെ ഫോഴ്സിന്റെ ടേം കംപ്ലീറ്റ് ഡെൽറ്റ ടി എന്ന ആ ഒരു 0 ആക്കിയിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്തു, 0 ആക്കി മാറ്റി. അപ്പോൾ ആ ഒരു ടേംസ് നമുക്ക് 0 എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്തു. ഇന്റഗ്രേഷൻ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ വാല്യൂ ആണ് p1 plus p2 is equal to a constant. That is the total linear moment for a system of two particles is a constant നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു കൺസിഡറേഷൻ വരുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫ്രെയിം ഓഫ് റെഫറൻസ് കൂടി വെച്ചിട്ട് ഇതിനൊരു ഡെറിവേഷൻ, സിമ്പിൾ ഡെറിവേഷൻ കൂടി നമുക്ക് അവിടെ നോക്കണം. അതായത് ഇതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി ടേം ഒക്കെ ഇൻവേരിയന്റ് ആണ് എന്ന് നമുക്ക് അവിടെ പറയുന്നത്. അതായത് ഇൻവേരിയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ രണ്ട് സ്ഥലത്തു നിന്ന് ഒരാൾ ഒരു കാര്യം ഒബ്സർവ് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ ഒരു നമ്മുടെ ആകാശത്തിൽ ഒരു പ്ലെയിൻ പോകുന്നുണ്ട്. ഓക്കെ, ഒരു പ്ലെയിൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പ്ലെയിൻ പോകുന്നത് ഒരാള് ട്രിവാൻഡ്രത്ത് നിന്നിട്ടും ഒരാള് ട്രിവാൻഡ്രത്ത് എന്ത് ചെയ്യുന്നു, ഒരാൾ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നിന്നിട്ടും ഒരാൾ ബസ് സ്റ്റാൻഡ് അടുത്ത് നിന്നിട്ട് ഒബ്സർവ് ചെയ്യും. അപ്പൊ ഈ രണ്ട് പേര് നോക്കുമ്പോഴും ഈ പ്ലെയിൻ എന്തായിരിക്കണം, ഒരേ പ്ലെയിൻ തന്നെ ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഈ രണ്ട് പ്ലെയിന്റെയും
മോഷൻ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ വെലോസിറ്റി ഇതൊക്കെ എന്തായിരിക്കണം? രണ്ട് പ്ലെയിനിന്റെ എല്ലാം ഒരു പ്ലെയിനിന്റെ മോഷനും വെലോസിറ്റി ഒക്കെ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസും സെയിം ആണ്. അതിനൊക്കെ കണ്ടീഷൻസ് ഉണ്ട്. ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫ്രെയിം ഓഫ് റെഫറൻസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഇപ്പോ ഒരു പ്രൂഫിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ്, രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ അവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതില് ഈ ഒരു ടി ടി എന്ന് പറയുന്ന ഒരു ഒബ്സർവറും ബി എന്ന് പറയുന്ന ഒബ്സർവറും നോക്കുന്ന സമയത്ത് പ്ലെയിനിന്റെ സ്പീഡും ബാക്കിയെല്ലാം എന്തായിരിക്കണം? സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് അവിടെ സെയിം ആയിട്ട് ഇരിപ്പുണ്ട്. അത് നമുക്ക് അതിനെ ഇൻവേരിയന്റ് എന്നൊക്കെ നമുക്ക് അവിടെ പറയാൻ പറ്റും. ഓക്കെ, ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത് ഇനി രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്തതിനു ശേഷം അതിനകത്ത് അത് ഇൻവേരിയന്റ് ആണ്, എസ് ഫ്രെയിമും എസ് ഡാഷ് ഫ്രെയിമും ഇൻവേരിയന്റ് ആണ് എന്ന രീതിയിൽ നമ്മളിവിടെ കൺസെപ്റ്റ് എടുക്കാൻ പോകും. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ലീനിയർ മൊമെന്റത്തിന്റെ ആ ഒരു പ്രൂഫ് ഇവിടെ ആവുന്നുണ്ട്. ഓക്കെ, നമുക്ക് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഇവിടെ ആവുന്നുണ്ട്. പക്ഷെ ഹോമോജീനിറ്റി ഓഫ് സ്പേസ് നമ്മൾ ഇനിയാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ടോപ്പിക് നമ്മൾ ഹെഡിങ് പറഞ്ഞ എങ്ങനെയാണ്? ഹോമോജീനിറ്റി ഓഫ് സ്പേസ് ആൻഡ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്നല്ലേ? അപ്പോൾ ലീനിയർ മൊമെന്റ് കൺസർവേഷൻ നോർമലി നമുക്ക് ഇവിടെ ആവുന്നുണ്ട്. അടുത്തത് എന്ത് ചെയ്യണം? ആ ഹോമോജീനിറ്റി ഓഫ് സ്പേസിന്റെ കുറിച്ചൊരു കൺസെപ്റ്റ് നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് സ്പേസ് അവിടെ മാറുന്നില്ല, ഇൻവാരിയന്റ് ആണ്, എല്ലായിടത്തും സെയിം ആണ് എന്ന കൺസെപ്റ്റ് അവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് അത് മാത്രമല്ല വേറെ കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോ സ്പേസ് ഇൻവാരിയന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ലീനിയർലി യൂണിഫോം ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് നമുക്ക് അവിടെ ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷനിലോട്ട് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു കേട്ടോ. അതായത് നമുക്കിപ്പോ സ്പേസ് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ഒബ്സർവർ നോക്കുന്ന സമയത്ത് സെയിം ഇൻസിഡന്റ് ഒക്കെയാണ് നടക്കുന്നത്. അതിന്റെ പാരാമീറ്റേഴ്സ് എല്ലാം സെയിം ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ സ്പേസ് യൂണിഫോം ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് യൂണിഫോം കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ന്യൂട്ടന്റെ തേർഡ് ലോയിലോട്ട് കൊണ്ട് എത്തിക്കും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇക്വേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടന്റെ തേർഡ് ലോയിൽ വെച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെറിവേഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ നോക്കണം. അപ്പൊ ന്യൂട്ടന്റെ തേർഡ് ലോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? കണ്ടോ, തേർഡ് ലോ, അതായത് ഒരു സൈക്ലിക് പ്രോസസ്സ് നമ്മൾ എടുക്കുവാണ്. അപ്പൊ തേർഡ് ലോ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിന്റെ ലീനിയർ കൺസർവേഷനിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ച ഒരു ടോപ്പിക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് എന്ത് ചെയ്യാം? അടുത്ത് പഠിക്കാം. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും അവിടെ F21 is equal to minus of F12 എന്ന് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കൺസർവേഷൻ ലോസിലോട്ട് കൊണ്ടെത്തിക്കാം. അപ്പൊ അതാണ് മെയിൻ ഒരു രീതി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോമോജീനിറ്റി ഓഫ് സ്പേസ് വെച്ചുകൊണ്ട് ന്യൂട്ടൺ തേർഡ് ലോ ഡിറൈവ് ചെയ്യുന്നു. ഡിറൈവ് ചെയ്തിട്ട് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് ലീനിയർ മൊമെന്റത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ട് എത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് ഫ്രെയിംസ് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഒന്നാമത്തെ ഫ്രെയിമാണ്. ഇത് ഒന്നാമത്തെ ഫ്രെയിം. അടുത്ത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ എക്സ് ആക്സിസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ ഫ്രെയിമിന്റെയും എക്സ് ആക്സിസ് വരുന്നത്. ഓക്കെ, വൈ ആക്സിസ് വ്യത്യാസമുണ്ട്, ഇസഡ് ആക്സിസും വ്യത്യാസമുണ്ട്. ഇതാണ് സെക്കൻഡ് ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിന് ഞാൻ ഇവിടെ എസ് എന്നും, അപ്പോൾ ഇതെന്തായിരിക്കും? ഇസഡ് ആക്സിസ് ആയിരിക്കും. ഇത് അവിടുത്തെ വൈ ആക്സിസ് ആയിരിക്കും. ആൻഡ് ഇത് നമ്മൾ പ്രത്യേകിച്ച് എടുക്കുന്നില്ല, രണ്ടും എക്സും എക്സ് ഡാഷും ഇവിടെ സെയിം ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എക്സും ഇത് എക്സ് ഡാഷും. ആൻഡ് ഇവിടുത്തെ ഇതിനെ നമ്മൾ എസ് ഡാഷ് ഫ്രെയിം എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് കളറിൽ വരച്ചാൽ ഞാൻ എസ് ഡാഷ് ഫ്രെയിം എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കോർഡിനേറ്റ് ഇസഡ് ഡാഷ് ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? അതവിടെ വൈ ഡാഷ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് രണ്ട് പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ രണ്ട് പാർട്ടിക്കിൾസ് ഇരിപ്പുണ്ട്. ഒന്നാമത്തെ പാർട്ടിക്കിളിന് ഞാൻ P1 എന്നും രണ്ടാമത്തെ പാർട്ടിക്കിളിന് ഞാൻ P2 എന്നും എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫ്രെയിം തമ്മിലൊരു ഡിസ്റ്റൻസ് അവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ അവിടെ ബി എന്നാണ് എന്ത് ചെയ്യുന്നത്? മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫ്രെയിംസ്. ഓക്കെ, രണ്ട് ഫ്രെയിംസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഞാൻ അവിടെ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒറിജിൻ. അപ്പോൾ നമുക്ക് ഈ ഫ്രെയിംസിന്റെ ഒറിജിൻ ഒക്കെ തമ്മിൽ കുറച്ച് റിലേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് രണ്ട് ഫ്രെയിംസിന്റെ ഒറിജിൻ സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് വേറൊരു വാല്യൂസും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒബ്സർവേഷന്റെ ഇതിലൊക്കെ ചേഞ്ചസ് വരാം. അപ്പൊ ഇവിടത്തെ ആ ഒരു ഒറിജിൻ തമ്മിൽ എന്തുണ്ട്? ബി എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ബി 0 ആയി കഴിഞ്ഞാൽ രണ്ട് ഫ്രെയിമും എന്താവും? ഒന്നായിട്ട് മാറും. കണ്ടോ, ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരും. ഇത് മൂവ് ചെയ്ത് ബി അവിടെ 0 അതിനനുസരിച്ച് മൂവ് ചെയ്ത് വരും. രണ്ട് ഫ്രെയിമും കൂടി എന്ത് ചെയ്യും? അവിടെ ഒന്നായിട്ട് ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്തു, വിച്ച് ഈസ് ലൈയിങ് ഓൺ ദ
എക്സ് ആക്സിസ്. അപ്പോൾ നമ്മളൊരു കൺസർവേറ്റീവ് സിസ്റ്റം ആണെങ്കിൽ, ഓക്കെ, കൺസർവേറ്റീവ് സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് അല്ലെങ്കിൽ എഫ് എക്സ് എന്ന് പറയുമ്പോൾ, കാരണം പാർട്ടിക്കിൾസ് ഇരിക്കുന്ന എക്സ് ആക്സിലാണ്, അതുകൊണ്ട് ഞാൻ എഫ് എക്സ് എന്ന് അവിടെ എന്ത് ചെയ്യണം, എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, മൈനസ് ഡോ യു ബൈ ഡോ എക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു, എങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ് കിട്ടുന്നതിനെ കുറിച്ചിട്ടൊക്കെ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ആ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും, എഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞല്ലോ എക്സ് ഡിസ്റ്റൻസിലാണ് ബി ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ ഒറിജിൻ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ എക്സ് ഡാഷിന്റെ വാല്യൂ, എക്സ് ഡാഷ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്രെയിമിന്റെ വാല്യൂ, അതായത് നമ്മൾ സെക്കൻഡ് ഫ്രെയിമിന്റെ വാല്യൂ. അപ്പോൾ സെക്കൻഡ് ഫ്രെയിമിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, സെക്കൻഡ് ഫ്രെയിമിന്റെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഡാഷ് വിൽ ബി എക്സ് പ്ലസ് ബി എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ യൂണിഫോം, ലീനിയർ യൂണിഫോം ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് എടുക്കുന്നത്. ഫോഴ്സ് എന്തായിരിക്കും, അവിടുത്തെ ഈ ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫോഴ്സ് എന്നല്ല, ഈ ഒരു പൊട്ടൻഷ്യൽ നോർമലി ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ എന്ത് എഴുതാം, എക്സ് പ്ലസ് ബി എന്ന് എഴുതാം. അപ്പൊ ഈ ഒരു എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി എന്ന് എഴുതാൻ കാരണം ഈ എക്സ് ഡാഷ് എന്ന് പറയുമ്പോൾ ഈ ഒരു വാല്യൂ ആണ്, ഈ ഒരു വാല്യൂ. അപ്പൊ അത് എത്രയുണ്ട്, ഇവിടെ നിന്ന് എക്സ് ഒറിജിനിൽ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസും പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ് ഡിസ്റ്റൻസ് കൂടി വരുന്നുണ്ട്. ഒറിജിനിൽ നിന്ന് ഇതുവരെ ബി ഡിസ്റ്റൻസ്, അടുത്ത് എന്ത് ചെയ്യാം, മറ്റതിന്റെ ഒരു എക്സ് ഡിസ്റ്റൻസ്. അങ്ങനെയാണ് എന്ത് കിട്ടി, നമുക്ക് എക്സ് പ്ലസ് ബി എന്ന് അവിടെ കിട്ടുന്നത്. ആൻഡ് എക്സ് ഡാഷ് എത്രയായിരിക്കും, എക്സ് ഡാഷ് എന്ന് പറയുന്നത് എസ് ഫ്രെയിമിലെ പൊസിഷൻ കോർഡിനേറ്റും, എസ് ഡാഷിലെ പൊസിഷൻ കോർഡിനേറ്റും, അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, അത് അവിടുത്തെ എസിലെ പൊസിഷൻ കോർഡിനേറ്റും ആണ്. ഓക്കെ, മനസ്സിലാവുക. എക്സ് ഡാഷ് എസിലെ പൊസിഷൻ കോർഡിനേറ്റ്, അതായത് അവിടുത്തെ P1 പാർട്ടിക്കിൾസിന്റെ കോർഡിനേറ്റ്. ആൻഡ് എസ് എന്ന് പറയുമ്പോൾ എന്താ, എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് അവിടെ എസിന്റെ പൊസിഷൻ കോർഡിനേറ്റും ആയിരിക്കും. അപ്പോൾ ഇതൊരു ലീനിയർലി യൂണിഫോം ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ, അല്ലെങ്കിൽ യൂണിഫോം സ്പേസ് ആണെങ്കിൽ, അവിടുത്തെ ഫോഴ്സ് എന്തായിരിക്കും, വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ്. അതായത് ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ മോഷൻ അല്ലെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന് ഇൻഡിപെൻഡന്റ്, അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, ഫോഴ്സ് അവിടെ മാറുന്നില്ല. ഓക്കെ, അത് നമ്മൾ യൂണിഫോമിറ്റി ഓഫ് സ്പേസിന്റെ പ്രോപ്പർട്ടിയിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ ഫ്രെയിമിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഈ ഫ്രെയിം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇങ്ങനെ മൂവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു ബസ്സിൽ യാത്ര ചെയ്യുവാണ്. അപ്പോൾ ബസ്സിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം ഒബ്സർവ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്ലെയിന്റെ കേസ് തന്നെ, ഒരു പ്ലെയിന്റെ കേസ്, സ്കൈയിൽ ഒരു പ്ലെയിൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താഴെ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഒരാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുവാണ്, ഒരു കാറിലോ ബസ്സിലോ ഒക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യുവാണ്. അപ്പോൾ എന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് നോർമലി എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പ്ലെയിൻ എടുക്കണ്ട, പ്ലെയിൻ മൂവ് ചെയ്തൊരു ഒബ്ജക്റ്റ് അല്ലേ. ഒരു ബിൽഡിംഗ് എടുക്കാം. ഓക്കെ, ഒരു ബിൽഡിംഗ് നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഒരു ബിൽഡിംഗ് ഇരിപ്പുണ്ട്. അപ്പൊ ഈ ബിൽഡിങ്ങിനെ ഇയാൾ ഇവിടെ നിന്നിട്ട് ഒബ്സർവ് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കാറിനകത്ത് ഇരുന്നിട്ട് ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും എന്നെ സംബന്ധിച്ച് എന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നോർമലി ഒരു കോൺസ്റ്റന്റ് ഡിസ്പ്ലേസ്മെന്റിൽ മൂവ് ചെയ്യുവാണ്. അത് ആക്സിലേഷൻ ഇല്ലാതെ മൂവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ഒരു ഡിസ്പ്ലേസ്മെന്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് ഇയാൾ ഒബ്സർവ് ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വ്യത്യാസം വരാം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ എന്ത് പറഞ്ഞത്, അവിടെ that is the force should be independent of displacement of the frame of reference. അത് യൂണിഫോം ആണെങ്കിൽ, അല്ലെങ്കിൽ യൂണിഫോം കണ്ടീഷൻ ആണെങ്കിൽ, അവിടെ എന്തായിരിക്കും, ഫ്രെയിം ഓഫ് റെഫറൻസ് അനുസരിച്ച്, ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ ഡിസ്പ്ലേസ്മെന്റ് അനുസരിച്ച് ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല, അവിടെ ചേഞ്ച് ചെയ്തില്ല, അല്ലെങ്കിൽ അതിന്റെ ഇൻഡിപെൻഡന്റ് പാരാമീറ്റർ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് കേസിൽ, രണ്ട് ഫ്രെയിംസിന് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എഫ് എക്സിന്റെ വാല്യൂ എന്ന് കൊടുക്കാൻ പറ്റും, എഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ എക്സ്, which will be equal to minus dou u dash by dou x dash. Okay, dou u dash by dou x dash എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ x1 ഉം x2 നമുക്കിപ്പോ x എന്നല്ല കിട്ടിയത്, എക്സും എക്സ് ഡാഷും. അപ്പൊ എക്സും എക്സ് ഡാഷും എന്ന് മനസ്സിലായല്ലോ, എന്താണ്, ഫ്രെയിംസിന്റെ വാല്യൂസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എസ് ഫ്രെയിമിന്റെയും എസ് ഡാഷ് ഫ്രെയിമിന്റെ വാല്യൂസ് ആണ്. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ കോർഡിനേറ്റ് എടുക്കണം. P1 എന്ന് പറയുന്ന പാർട്ടിക്കിൾ എവിടെ ഇരിപ്പുണ്ട്, P1 എന്ന പാർട്ടിക്കിൾ എവിടെയാണ്, P2 എന്ന് പറയുന്ന പാർട്ടിക്കിൾ എവിടെയാണ്. അപ്പൊ P1 പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റിൽ ഞാൻ എന്ത് ചെയ്തു,
P1 അല്ലെങ്കിൽ നമുക്ക് നോർമലി ഇപ്പോൾ ഗ്രാഫ് ഒക്കെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വാല്യൂസ് നോക്കും. അപ്പൊ അതുപോലെ പ്ലോട്ട് ചെയ്തൊരു ഗ്രാഫ് ആണെന്ന് വെച്ചാലും മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ P1ന്റെ വാല്യൂ ഞാൻ അവിടെ x1 എന്ന് എടുക്കുവാണ്. ഓക്കെ, മാറിപ്പോലെ എക്സ് ഡാഷും എക്സും x1 ഒക്കെ എക്സും എക്സ് ഡാഷും ഫ്രെയിംസിന്റെ കാര്യമാണ്. അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന പാർട്ടിക്കിൾസിനെ കുറിച്ചാണ്. അപ്പൊ പാർട്ടിക്കിൾസ് കേസിൽ P1 ആവശ്യം എന്താണ്, അതവിടെ x1 ആയിരിക്കും. ആൻഡ് P2 അതെന്തായിരിക്കും, P2 പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ് വന്ന അവിടെ x2 ആയിരിക്കും. ഓക്കെ, x2 that is x1 and x2 are the x coordinate of the particles 1 and 2 respectively. Okay, ഒന്നാമത്തെ രണ്ടാമത്തെ പാർട്ടിക്കിൾസിന്റെ കോർഡിനേറ്റ് ആണ് എന്ത്, x1 എന്ന് പറയുന്നത്, x2 എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ മനസ്സിലായല്ലോ നമ്മൾ ഫോഴ്സ്, നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ P1 നമുക്ക് അവിടെ x1 എന്ന് കൊടുത്തു, P2 ഞാൻ അവിടെ x2 എന്ന് അവിടെ എന്ത് ചെയ്തു, റെപ്രസെന്റ് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾസിന്റെ കോർഡിനേറ്റ് ആയിട്ട് എടുത്തു. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി പറയാം ഇവിടുത്തെ പൊട്ടൻഷ്യൽ. ഇവിടെ നമ്മൾ u എന്ന് മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ ഫംഗ്ഷൻ ആണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് u എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ. അപ്പോൾ u എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ ഫംഗ്ഷൻ ആണ്, അത് അവിടുത്തെ x1ന്റെയും അല്ലെങ്കിൽ x1 x2 അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾസിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് പൊട്ടൻഷ്യൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പൊട്ടൻഷ്യൽ എന്തിന്റെയൊക്കെ ഫംഗ്ഷൻ എടുക്കാൻ പറ്റും, u is the function of x1, x2 നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, x1, x2. ഇനി അടുത്ത് ചെയ്യുന്ന സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. അടുത്ത് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ അടുത്ത് ഞാൻ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഇതെന്ന് പറയുന്നത് ഈ u എന്ന് പറയുമ്പോൾ നമ്മുടെ എസ് പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, എസ് പ്രൈമിൽ കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് u എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ഈ എസ് ഡാഷ് പ്രൈം വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാം, ആ എസ് ഡാഷ് പ്രൈമിനും അവിടെ ഒരു യു ഡാഷ് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ വരാം. മനസ്സിലായോ? എസിന് യു എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ നോർമലി അവിടെ ഉണ്ട്. അതുപോലെ തന്നെ എസ് ഡാഷിനാവുന്ന സമയത്ത് യു ഡാഷ് എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ടേം എന്ത് ചെയ്യണം, അവിടെ വരണം. ഇതില് നമുക്ക് നോർമലി ഈ രണ്ട് പൊട്ടൻഷ്യലും അവിടെ വേരി ചെയ്യുന്നില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എസ് ഡാഷിലെ പൊട്ടൻഷ്യലും എസ് പ്രൈമിലെ പൊട്ടൻഷ്യൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും എന്താണ്, സെയിം ആണ് എന്ന് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കിവിടെ യുവിന്റെ വാല്യൂ എടുത്തു വെച്ചിരിക്കുന്നത്, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ അടുത്ത് യു ഡാഷിന്റെ കൊടുക്കുന്ന സമയത്തും നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു വാല്യൂ തന്നെ കിട്ടണം. അതായത് നമ്മളിവിടെ ഒരു ടേം കൊടുത്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് യു ഡാഷ് കൊടുക്കുന്ന സമയത്തും അവിടെ എന്തെന്ന് വരണം, നമുക്കിവിടെ x1 മൈനസ് x2, അല്ലെങ്കിൽ ഞാൻ അടുത്ത് എസ് ഡാഷ് പ്രൈമിന്റെ പൊട്ടൻഷ്യൽ എടുക്കും. അപ്പൊ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യും. അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം, അവിടെ u of x1, x2 എന്നുള്ള വാല്യൂ തന്നെ നമുക്ക് അവിടെ കൊണ്ടെത്തിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് വഴി എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഡെറൈവ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഞാൻ അവിടെ x1 മൈനസ് ഇത് x2 ആണ്. ഓക്കെ, x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇത് പ്രത്യേകിച്ച് നമ്മളിവിടെ കൊടുക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, നമ്മൾ വേറെ ഒരിടത്തുനിന്ന് എടുക്കുന്നതല്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരു എയിം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷെ അത് പ്രൂഫ് എടുക്കുന്ന സമയത്ത് അത് പ്രൂവ് ആയിക്കോളും. ഓക്കെ, അതുകൊണ്ട് അത് വാലിഡിറ്റി ഉള്ള ഒരു ഇക്വേഷൻ തന്നെയാണ്. നമ്മൾ വെറുതെ എവിടെന്നെങ്കിലും എഴുതി കൊടുക്കുന്നതല്ല, നോർമലി അതിനൊരു വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, വാലിഡിറ്റി ഉള്ള ഒരു ഇക്വേഷൻ തന്നെയാണ്. അതുകൊണ്ട് വേറെ പ്രശ്നമില്ല അത് കൊടുക്കുന്നതിൽ. ആൻഡ് നമുക്കിനി എന്ത് ചെയ്യാം, ഇതിപ്പോ എസ് പ്രൈമിന്റെ കേസ് അല്ലേ, എസ് പ്രൈം. ഇനി അതുപോലെ നമുക്ക് എസ് ഡാഷ് പ്രൈം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, എസ് ഡാഷ് പ്രൈം ഞാൻ അവിടെ എടുക്കുകയാണ്. അപ്പോൾ എസ് ഡാഷ് പ്രൈമിന്റെ കേസിൽ അത് യു ഡാഷ് ആണ്. യു ഡാഷ് ആണ് നമുക്ക് അവിടെ എടുക്കേണ്ടത്. യു ഡാഷ് ഓഫ് x1 ഡാഷ് കോമ s2 ഡാഷ്. ഓക്കെ, അതായത് ഈ എസ് ഡാഷ് പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി ടേംസ് ആണ്. വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യണം, ഇതേ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇതേ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുന്നത്, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് x1 പകരം x1 ഡാഷ് കൊടുത്തു മൈനസ് x2 ഡാഷ് കൊടുത്തു സ്ക്വയർ. ഓക്കെ, ഹോൾ സ്ക്വയർ കൊടുത്തു. അപ്പൊ ഇതില് എക്സ്പാൻഡ് ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ നമുക്ക് x1ന്റെ വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ കണ്ടോ x dash is equal to x plus b. അപ്പോൾ അതിൽ x1 dash is equal to എന്തായിരിക്കും, x1 dash is equal to x1 plus b ആയിരിക്കും. ആൻഡ് x2 dash is equal to എന്തായിരിക്കും, x2 plus b ആയിരിക്കും. ഓക്കെ, x2 plus b ആണ്. അപ്പൊ ഈ ഒരു വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ a minus b the whole square കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യണ്ട, അല്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഇത് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. വിച്ച് വിൽ ബി ഈക്വൽ ടു, അപ്പൊ ഞാൻ ഇവിടെ എസ് ഡാഷ് ഇത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ആയി തോന്നാം. ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു മെത്തേഡ് ആണ്. ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ
നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് ഒരു റിപ്പീറ്റ് വരുന്നില്ല, അല്ലെങ്കിൽ കറങ്ങി തിരിഞ്ഞ് അതിൽ തന്നെ എത്തുന്നില്ല എന്നൊക്കെ തോന്നാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യണം, ആ എസ് പ്രൈമും എസ് ഡാഷ് പ്രൈമും സെയിം ആണ് എന്ന രീതിയിൽ നമുക്ക് അവിടെ കൊണ്ടെത്തിക്കണം. ഓക്കെ, അതാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ എന്താണ് ചെയ്യുന്നത്, എക്സ് വൺ ഡാഷ് മൈനസ് എക്സ് ടു ഡാഷ് എന്ന് കൊടുത്തു. അപ്പോൾ എക്സ് വണ്ണിന് പകരം എക്സ് വൺ ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്, എക്സ് വൺ പ്ലസ് ബി മൈനസ് എക്സ് ടു പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഒന്ന് മൈനസ് ഒന്ന് അകത്ത് കൊടുത്ത് നോക്കൂ. മൈനസ് അകത്ത് കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്, എക്സ് വൺ പ്ലസ് ബി മൈനസ് എക്സ് ടു മൈനസ് ബി എന്ന് കിട്ടും. ഓക്കെ, മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് ബി ക്യാൻസൽ ആവും, വിച്ച് വിൽ ബി ഈക്വൽ ടു എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ. ഉണ്ടാവും. നമ്മൾ യു ഡാഷിന്റെ വാല്യൂ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് തന്നെ കിട്ടി, വീണ്ടും നമുക്ക് അവിടെ യു തന്നെ കിട്ടി. ഓക്കെ, എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ നമ്മളവിടെ എന്തിനാണ് കൊടുത്തത്, യുവിനല്ലേ കൊടുത്തത്. ഉണ്ടോ, യുവിന് കൊടുത്ത സമയത്ത് അതിന് എന്ത് നമുക്ക് അവിടെ തിരിച്ചു കിട്ടി. അപ്പൊ എന്തായിരിക്കും അവിടെ നമുക്ക് ദാറ്റ് ഇസ് യു ഡാഷ് എന്ന് പറയുന്നത്, യു ഡാഷ് പ്രൈമിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, യു ഡാഷ് വിൽ ബി ഈക്വൽ ടു യു വൺ മൈനസ് യു ടു ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് ഫ്രെയിമിലുള്ള കേസ് നമുക്ക് എന്ത് കിട്ടാം, രണ്ടും നമുക്ക് അവിടെ കിട്ടി. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ ഇക്വേഷൻ ഇംപ്ലൈസ് ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ നമ്മൾ എസ് ഫ്രെയിമിൽ നിന്ന് നോക്കിയാലും എസ് ഡാഷ് ഫ്രെയിമിൽ നിന്ന് നോക്കിയാലും നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്താണ് കിട്ടുന്നത്, സെയിം ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം, രണ്ടും അവിടെ ഇൻവാരിയൻ സോറി എന്താണ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അല്ലെങ്കിൽ രണ്ട് ഫ്രെയിംസ് പരസ്പരം എന്ത് ചെയ്യുന്നില്ല, പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂസിൽ ഒരു വേരിയേഷൻ വരുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഫ്രെയിം മാറുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ മാറുന്നില്ല. ഓക്കെ, ചെയ്യുവാണേ. ഓക്കെ, അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഇൻഡിപെൻഡന്റ് ആണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ എനർജിയിൽ അവിടെ പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നും വരുന്നില്ല നമ്മളിവിടെ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് കൂടിയേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു ന്യൂട്ടന്റെ തേർഡ് ലോ നമുക്ക് അവിടെ ഡിറൈവ് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്പേസിന്റെ ഇൻവാരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സ്പേസിന്റെ ഇൻവാരിയൻസ് സ്റ്റാർട്ട് ചെയ്ത് നേരെ എന്ത് ചെയ്തു, നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയിലോട്ട് എത്തി. ഈ പൊട്ടൻഷ്യൽ എനർജി വെച്ചിട്ട് നമുക്ക് അവിടെ ന്യൂട്ടന്റെ തേർഡ് ലോ ഡിറൈവ് ചെയ്യണം. അപ്പോൾ തേർഡ് ലോ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ കൺസിഡറേഷൻ ഓഫ് ലീനിയർ മൂവ്മെന്റ് കൊണ്ട് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞല്ലോ, ഇനി എന്ത് ചെയ്യാം, എസ് ഡാഷ് ഫ്രെയിമിലും എസ് ഫ്രെയിമിലും ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്, അതായത് എഫ് എക്സ് ഓഫ് ടു വൺ വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ എക്സ് വൺ ആയിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് ഡോ യു ഡാഷ് ബൈ ഡോ എക്സ് വൺ ഡാഷ്. ഓക്കെ, നോർമലി നമ്മൾ എടുത്ത ഒരു വാല്യൂ ആണ്, നമുക്കറിയാം രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാം. ഇനി അതേപോലെ തന്നെ ആൻഡ് fx of 1 2, okay 1 2, which will be equal to എന്തായിരിക്കും, minus dou u by dou x2, which will be equal to minus dou u dash divided by dou x2 dash. okay, രണ്ടോടെ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു u എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഫംഗ്ഷൻ ആണ്, u എന്ന് പറയുന്നത് എക്സ് വണ്ണിൻ്റെയും എക്സ് ടുവിൻ്റെയും ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതിനൊരു റിസൾട്ട് വാല്യൂ ഉണ്ട്, എക്സ് വൺ മൈനസ് എക്സ് ടു ദ ഹോൾ സ്ക്വയർ. ഓക്കെ, എക്സ് വൺ ഹോൾ സ്ക്വയർ. ആൻഡ് യു ഡാഷ് എന്ന് പറയുന്നത് എക്സ് വൺ ഡാഷിൻ്റെയും എക്സ് ടു ഡാഷിൻ്റെയും ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് വൺ ഡാഷ് മൈനസ് എക്സ് ടു ഡാഷ് ദ ഹോൾ സ്ക്വയർ എന്നതിനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു എക്സ് വൺ മൈനസ് എക്സ് ടു, ഓക്കെ എക്സ് വൺ മൈനസ് എക്സ് ടു ഞാൻ അവിടെ യു ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ, സ്മോൾ യു, ഇതൊക്കെ ക്യാപിറ്റൽ യു ആണ്, ഇതെല്ലാം പൊട്ടൻഷ്യൽ ടേം ആയതുകൊണ്ട് ക്യാപിറ്റൽ യു ആണ്. ഇവിടെ ഞാൻ സ്മോൾ യു എന്ന് എന്ത് ചെയ്തു, അതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അതിന് ഞാൻ സ്മോൾ യു എന്നൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിനൊന്ന് പാർഷ്യൽ ഡെറിവേറ്റീവ് ഒന്ന് അപ്ലൈ ചെയ്യുവാണ്. ഒന്നാമത്തെ ഇക്വേഷനിലോട്ട്, ഈ ഒരു ഇക്വേഷനിലോട്ട്, ഒന്നാമത്തെ ഈ ഒരു ഇക്വേഷനാണ്. അപ്പോൾ എഫ് എക്സിന്റെ ഈ ഒരു ഇക്വേഷനിലോട്ട് എഫ് എക്സ് ഓഫ് ടു വണ്ണിലോട്ട് ഞാൻ ഒന്ന് പാർഷ്യലി ഒന്ന് അപ്ലൈ ചെയ്യുന്നു. പാർഷ്യൽ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുക മീൻസ് മൈനസ് ഡോ യു ബൈ ക്യാപിറ്റൽ യു ആണ്, ഇത് ക്യാപിറ്റൽ യു ആണ്, ഡോ യു ബൈ ഡോ എക്സ് വൺ. അപ്പോൾ ഇവിടെ ഒരു ഡോ യു ഉണ്ട്, എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഇവിടെ ചെയ്യുന്നത് മൈനസ് ക്യാപിറ്റൽ യു ഡിവൈഡ് ബൈ സ്മോൾ യു. ഓക്കെ, സ്മോൾ യു ഇൻറ്റു സ്മോൾ യു
ഡിവൈഡഡ് ബൈ ഡോ x1. ഇവിടെ വേറെ വേരിയേഷൻ വരത്തില്ല, കാരണം നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഈ ഒരു ടേം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും, ആ ക്യാപിറ്റൽ ഡോ യു ബൈ ഡോ x1 എന്നായിട്ട് മാറും. നമ്മൾ നോർമലി ഇപ്പോൾ കിടക്കുന്ന ആ ഒരു ഇക്വേഷൻ തന്നെ കിട്ടും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ അടുത്ത സെക്കൻഡ് ടേമിലോട്ട്, ഇവിടെ അടുത്ത ഫോഴ്സിന്റെ സെക്കൻഡ് ടേം ഉണ്ടല്ലോ, 1 2 ടേം ഉണ്ടല്ലോ. അപ്പൊ അതിലോട്ട് ഞാൻ ഇവിടെ ഇതുപോലെ കൊടുക്കുവാണ്. 1 2 ടേം എന്ന് പറയുന്നത് മൈനസ് ഡോ യു ബൈ ഡോ x2 ആണ്, x2 which will be equal to minus dou u by dou small u into dou u by dou x2. Okay, x2. ഈ രണ്ട് വാല്യൂസ് നിങ്ങൾ എടുക്കുക. ഇത് എടുത്തതിന് ശേഷം ഇതിനകത്ത് നമുക്ക് ഈ ഫോഴ്സ് ഒന്ന് ഇക്വേറ്റ് ചെയ്യാൻ, ഈ രണ്ട് ഫോഴ്സിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ന്യൂട്ടന്റെ തേർഡ് ലോ കൊണ്ടെത്തിക്കണം. അപ്പൊ അതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈക്വലും ഓപ്പോസിറ്റ് ആണെന്ന് ഇവിടെ പറയണം. അപ്പൊ ഈക്വൽ സൈനും വേണം, ഒരു മൈനസ് സൈനും വേണം. അപ്പൊ അതിന്റെ ഒരു മെത്തേഡ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഈ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂ ഇവിടെ മൈനസ് നമുക്ക് അവിടെ കീപ്പ് ചെയ്യണം. ഈ ഒരു 1 2 ടേമില്, ഈ ഫോഴ്സിന്റെ ഈ ഒരു 1 2 ടേം ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് അവിടെ മൈനസ് സൈൻ കീപ്പ് ചെയ്യണം. അപ്പൊ ഇതിനാണ് നമ്മൾ മൈനസ് സൈൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിലോ കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മളിപ്പോ ഒരു മൈനസ് സൈൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കീപ്പ് ചെയ്ത് നിർത്താനായിട്ട് ഇവിടുത്തെ ഈ ഒരു ഡോ യു ബൈ ഡോ x1 ഉണ്ടോ, ഡോ യു ബൈ ഡോ x1. അപ്പോൾ ഈ ഒരു വാല്യൂവിന് ഞാൻ എന്തായിട്ട് കൊടുക്കുവാണ്, ഈ ഡോ യു ബൈ ഡോ x1 ഈ ഒരു വാല്യൂ ഞാൻ ഇവിടെ 1 ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത്ര മാത്രമേ ഉള്ളൂ, ജസ്റ്റ് 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടത്തെ ഈ ഒരു f12 ഈ ടേമിൽ ഉള്ള മൈനസിനെ അവിടുന്ന് റിമൂവ് ചെയ്യണം. അപ്പൊ അത് മൈനസ് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഡോ യു ബൈ ഡോ x2 വാല്യൂ ഞാൻ എന്ത് ചെയ്യുവാണ്, അതിന് ഞാൻ അവിടെ -1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് നമ്മൾ റിസൾട്ട് ആയിട്ട് ഇവിടെ എടുത്ത് എഴുതി കൊടുത്താൽ മതി. ജസ്റ്റ് എന്ത് ചെയ്യുക, we are considering dou u, small u ആണ്, dou u by dou x1 which will be equal to 1. Okay, dou u by dou x1 is equal to 1 ആണ്. അതുപോലെ തന്നെ dou u by, ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്താൽ കിട്ടും. നമ്മളവിടെ പറഞ്ഞല്ലോ u എന്ന് പറയുന്നത് will be equal to x1 by x2 ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് നമ്മളൊന്ന് പാർഷ്യൽ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എടുക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, should be equal to -1 ഇവിടെ ചെയ്ത് നമുക്ക് കിട്ടും. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡോ യു ബൈ ഡോ x1 ചെയ്തു. ഡോ യു ബൈ ഡോ x1 ചെയ്യുന്ന സമയത്ത് x2 ടേം അവിടെ 0 ആയിരിക്കും, പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലേ, x1 അല്ലേ, ആ 0 ആയിരിക്കും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, x1 അവിടെ നമുക്ക് അതവിടെ 1 എന്ന് വരും. ഓക്കെ, ഡോ യു ബൈ 1 എന്ന് കിട്ടും. അടുത്തതുപോലെ സെക്കൻഡ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ x2 എന്തായിരിക്കും, ഡോ യു ബൈ ഡോ x2 വിച്ച് വിൽ ബി ഈക്വൽ ടു ഈ ഒരു ടേം 0 ആയിട്ട് പോകും, അതവിടെ -1 എന്നായിരിക്കും വരുന്നത്. അങ്ങനെ കിട്ടുന്ന കേട്ടോ, നമ്മൾ അത് അസ്യൂം ചെയ്ത് എഴുതുന്നതല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇവിടെ കൊടുക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡോ യു ബൈ ഡോ x1 ഈക്വൽ ടു 1 എന്ന് കിട്ടി, ഡോ യു ബൈ ഡോ x2 is equal to -1 എന്ന് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ എന്തായിട്ട് എഴുതാം, ഈ റിലേഷൻ നമുക്ക് ഇവിടെ ഒരു മൈനസ് ടേം, ഇവിടെ മൈനസ് പോകുന്നുണ്ട്, ഇവിടെ മൈനസ് ടേം വരുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് fx21 is equal to minus of fx12. ഓക്കെ, ഇതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആൻഡ് ഇസ് ഒബ്റ്റൈൻഡ് ബൈ ദ അസ്യൂമിംഗ് ദ പ്രോപ്പർട്ടി ഓഫ് ലീനിയർ യൂണിഫോമിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫ്രീ സ്പേസിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ന്യൂട്ടന്റെ തേർഡ് ലോ ഡെറൈവ് ചെയ്തു. ഇനി നമുക്ക് നേരത്തെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഫസ്റ്റ് പറഞ്ഞ ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ന്യൂട്ടന്റെ തേർഡ് ലോ വെച്ചിട്ടാണ്. ഇനി ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് അവിടെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പ്രൂവ് ചെയ്യാൻ പറ്റും. ഉണ്ടോ, ഈ ഇക്വേഷൻ ആണ് ഇവിടെ കിടക്കുന്നത്. ഇത്രയും നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് വി ഹാവ് ഡിസ്കസ് അബൌട്ട് ദ കൺസ്ട്രക്ഷൻ ലോസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സ്പേസ് ആൻഡ് ടൈം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു, ഹോമോജിനിറ്റി ഓഫ് സ്പേസ്, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. അപ്പോൾ നമുക്ക് എങ്ങനെ ഹോമോജിനിറ്റി ഓഫ് സ്പേസ് പ്രൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് സിമെട്രി എലമെന്റ്സ് എങ്ങനെ പറയാൻ, സിമെട്രി കാര്യം എങ്ങനെ പറയാൻ പറ്റും. ദെൻ ഹോമോജിനിറ്റി ഓഫ് സ്പേസ് വെച്ചിട്ട് ന്യൂട്ടന്റെ തേർഡ് ലോ ഡിറൈവ് ചെയ്യുന്നു. തേർഡ് ലോ ഡിറൈവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. അപ്പൊ നമുക്ക് തേർഡ് ലോ അറിയാതുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ആദ്യം ഇതിലോട്ട് കൊണ്ട് ആ ഒരു ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്തു. തേർഡ് ലോ അറിയാലോ, നോർമലി അറിയാം. നമ്മൾ ചെയ്ത സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, സ്പേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, സ്പേസിന്റെ ഹോമോജിനിറ്റി. നെക്സ്റ്റ് ന്യൂട്ടന്റെ തേർഡ് ലോയിലോട്ട് വന്നു. തേർഡ് ലോട്ട് വന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ലീനിയർ മൊമെന്റം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ലീനിയർ മൊമെന്റം ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കറക്റ്റ് ആയിട്ട് നോക്കുക.
അപ്പോൾ ഇത്രയും പഠിച്ച കാര്യം ഒന്നുകൂടി നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഐസോട്രോപി ഓഫ് സ്പേസ് ആൻഡ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റും അതുപോലെ തന്നെ ഹോമോജിനിറ്റി ഫ്ലോ ഓഫ് ടൈം ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.